അടുത്ത വാർത്തയിലേക്ക്. ജീവനെടുത്ത സമ്മർദ്ദം. തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സമഗ്ര അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജെ അറിയിച്ചു. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് ചർച്ചയായതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് പിതാവ് സിബി 24നോട് പറഞ്ഞു. തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ മാതാവ് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ കമ്പനി ചെയർമാൻ അയച്ച കത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജെയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത അന്നയുടെ പിതാവ് സിബി തൊഴിൽ അന്തരീക്ഷത്തിലെ മാറ്റത്തിനു വേണ്ടിയാണ് കത്തയച്ചതെന്ന് 24നോട് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ നടക്കുന്നത്. അതിനൊരു അവസാനം വരണം. അതുമാത്രം ഉദ്ദേശിച്ചു. ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് അഖിലേഷ് യാദവും സാക്കിത് ഗോഖലെ MP പങ്കുവച്ചതോടെ വിഷയം രാജ്യശ്രദ്ധ നേടി. പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിയിൽ പ്രവേശിക്കുന്നത്. ജൂലൈയിലാണ് അന്ന താമസസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. മരണശേഷം 4 മാസമായി കമ്പനി അധികൃതർ തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അന്നയുടെ മാതാവ് കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി.